+1 സീറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടും കിട്ടിയിട്ടില്ല. പല കുട്ടികളും സങ്കടത്തോടു കൂടിയാണ് മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ വെറുതെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കാര്യം കത്താത്തത് കൊണ്ടാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്ന്, ഇന്ന് വന്നിരിക്കുന്ന അലോട്ട്മെൻറ്റ് ഒന്ന് HSCയുടെ അലോട്ട്മെൻ്റ് ആണല്ലോ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആയിട്ട് വന്നത്. അതേ സമയത്ത് ജൂൺ 10 അഡ്മിഷൻ എടുക്കുന്ന തരത്തിൽ കമ്മ്യൂണിറ്റി കോട്ടയും വിളിക്കും. കമ്മ്യൂണിറ്റി കോട്ടയുടെ അലോട്ട്മെൻറ്റും വരും. മൂന്നാമതായിട്ട് VHSE വരും. നാലാമതായിട്ട് സ്പോർട്സ് കോട്ടയും വരും. ഓക്കെ, ഈ കോട്ടകളൊക്കെ എന്ത് ചെയ്യാണ്? അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു കുട്ടി, ഇപ്പം ഞാനിപ്പോൾ +1 പഠിക്കുന്ന കുട്ടിയാണ് കൂട്ടിക്കോ, +1ലേക്ക് കാലെടുത്ത് വെച്ച ആളാണ്. ഞാൻ അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്പോർട്സിൽ കഴിവില്ല എന്ന് കൂട്ടിക്കോ. പക്ഷേ ഞാൻ HSCക്ക് കൊടുത്തിട്ടുണ്ടാകും, കമ്മ്യൂണിറ്റിക്ക് കൊടുത്തിട്ടുണ്ടാകും, VHSCക്കും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ജൂൺ 10 ഈ 3 അലോട്ട്മെൻറ്റിലും എന്നെ പരിഗണിക്കും. ഞാൻ ഫുൾ A+ ആണെന്ന് കൂട്ടിക്കോ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേതെങ്കിലും ഒരു സീറ്റ് എനിക്ക് കിട്ടിയെന്ന് കൂട്ടാം. ഓക്കെ, ഞാനിപ്പോൾ HSC നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് ഇപ്പോഴും റാങ്ക് എന്ത് ചെയ്തിട്ടില്ല, കുറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എനിക്കുള്ള റാങ്കും ആ സ്കൂളിൻ്റെ റാങ്കും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും എൻ്റെ മുകളിൽ ഇപ്പോൾ എൻ്റെ റാങ്ക് വന്നിരിക്കുന്നത് HSCയിൽ കാണിക്കുന്ന റാങ്ക് ഇപ്പോൾ ഒരു 360 കൂട്ടിക്കോ. 360 എൻ്റെ റാങ്ക്. പക്ഷേ ആ സ്കൂളിൻ്റെ റാങ്ക് ഇപ്പോൾ എവിടെ എത്തിയിട്ടേ ഉള്ളൂ? 150 എത്തിയിട്ടേ ഉള്ളൂ. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് പോയാലും 300 അല്ലേ വരുള്ളൂ എന്ന ചിന്താഗതിയിൽ നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ 360 ആണെങ്കിൽ എൻ്റെ മുന്നിലുള്ള 359 കുട്ടികളില്ലേ, ആ കുട്ടികളൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ടാകും? VHSCയും കൊടുത്തിട്ടുണ്ടാവും, കമ്മ്യൂണിറ്റിയും കൊടുത്തിട്ടുണ്ടാവും എൻ്റെ മുമ്പിൽ. അതായത് 150 വരെ അല്ലേ പോയുള്ളൂ. സോ 151 കുട്ടി തൊട്ട് ഈ 359 കുട്ടി വരെ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ ചിലപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്കൂൾ കിട്ടിയിട്ടുണ്ടായേക്കാം. അതിലൊക്കെ ആരും ഉണ്ടായേക്കാം? സ്പോർട്സ് കോട്ടക്കാരുണ്ടായേക്കാം. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കുറേ എണ്ണം ചെതറിക്ക് നടക്കും. കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകും, കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് പോകും. അങ്ങനെ പോയി തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ജൂൺ 16 തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന HSCയിലും അതോടൊപ്പം VHSCയിലും ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കും. ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ 10-30 സീറ്റൊക്കെ ആയിരിക്കും പറയുക. പക്ഷെ അത് നിങ്ങൾക്കുള്ളതായിരിക്കും. കാര്യം നിങ്ങളോട് മത്സരിക്കാൻ ഇനി ആരില്ല, അവരില്ല. സോ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഭൂരിഭാഗം കുട്ടികൾക്കും കിട്ടിയിരിക്കും. ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതായത് ഞാൻ HSCയും കൊടുത്തിട്ടുണ്ട്, VHSCയും കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ VHSC കിട്ടി, HSC കിട്ടിയില്ല. ഞാൻ ഈ VHSC പോയിട്ട് ടെമ്പററി ആയിട്ടല്ലേ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. പ്ലസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് HSCയിൽ കിട്ടി നോട്ടിക്കോ. ഞാൻ ഈ 150ൻ്റെയും 389ൻ്റെയും ഇടയിൽപ്പെട്ട ഒരാളാണ്. ഞാൻ എന്ത് ചെയ്യാണ്? HSCയിൽ പോയി ജോയിൻ ചെയ്തു, പെർമനൻ്റ് ആയിട്ട് അവിടെ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഒരു സീറ്റ് അവിടെ പോയി, ഒരു സീറ്റ് അവിടെ ബാലൻസ് കിടക്കുന്നുണ്ട്. ഏത്? ഞാൻ ഇഷ്ടപ്പെടുന്ന സ്കൂളിൽ. ആ സ്കൂളിൽ ഒരു കുട്ടിയുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യും? പല ഭാഗത്തേക്ക് ചെതറിപ്പോകും. തേർഡ് അലോട്ട്മെൻറ്റ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കിട്ടാത്ത നല്ല റാങ്ക് ഡിഫറൻസ്, അതായത് ഇപ്പം 150 വരെ പോയ സ്കൂളില്ലേ, 150 റാങ്ക് വരെ പോയ സ്കൂളിൽ അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ റാങ്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ 360 ആയിരിക്കും ലാസ്റ്റ് റാങ്ക് വരിക. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ജമ്പിങ് ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ ഉണ്ടാവും. റാങ്കിൽ നിന്ന് ഒരു ജമ്പിങ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇപ്പം കിട്ടാത്തവർ ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു കേസിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ന് കൂട്ടുക, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത്രയും നല്ല സ്കൂളാണ്, അതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്കൂളാണെന്ന് കൂട്ടിക്കോ. സ്വാഭാവികമായിട്ടും ആ ഒരു ജമ്പിങ് ചിലപ്പോൾ വന്നോളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ സപ്ലിമെൻ്ററി എന്ന് പറയുന്ന ഘട്ടം നിങ്ങൾക്കുള്ളതാണ്. കാരണം എന്താ അറിയോ? ഇത് രണ്ടും നിങ്ങൾക്കുള്ളതല്ല പറയുന്നത്. എനിക്കിപ്പോൾ നിങ്ങൾ ആശ്വസിക്കാൻ വേണ്ടി മാത്രം പറയുന്നതല്ല, യാഥാർത്ഥ്യം മനസ്സിലാക്കി തരികയാണ്. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പഠിച്ച MJ സ്കൂള് കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സ്കൂളാണ്. ഈ MJ സ്കൂൾ കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ കയറി പോകുന്ന കുറേ റാങ്കുകാരുണ്ടാവും. ഓലൊക്കെ അങ്ങനെ അങ്ങ് കയറിപ്പോവും. HSCയിലൊക്കെ MJ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ കമ്മ്യൂണിറ്റി കോട്ട വിളിച്ചപ്പോൾ കൊടുവള്ളി പഞ്ചായത്തിലുള്ള കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? കമ്മ്യൂണിറ്റിയിൽ ഫുൾ A+ ഉള്ളതുകൊണ്ട് ആ കുട്ടി ചിലപ്പോൾ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. ഒരു 59 റാങ്കൊക്കെ മാക്സിമം പോവാറുണ്ട്. ചിലപ്പോൾ 50, 60, 70 ഒക്കെ പോവാം. കുട്ടികൾ അത്രയും ആൾക്കാരെ അങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ആ റാങ്കിനനുസരിച്ചാണ് ഓരോരുത്തരെയും വിളിക്കാമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ കിട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ്, ആ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക്
മറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് പരിഗണിക്കും. തേർഡ് അലോട്ട്മെൻ്റ് ആയിട്ടും ഈ MJ സ്കൂളിലെ 150 എന്നുള്ള ലാസ്റ്റ് റാങ്ക് എന്തായി 160 എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ റാങ്ക് എത്രയാണ് 360 എന്ന തോതിലാണ് കിടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി ഏതൊരു കുട്ടിക്ക് ഏത് സ്കൂളാണോ കിട്ടിയത് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെൻ്ററിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കിട്ടാത്തവർക്കുള്ളത് മാത്രമാണ് സപ്ലിമെൻ്ററി. തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി ഏതെങ്കിലും ഒരു സ്കൂളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സ്കൂൾ കിട്ടിയിട്ടുണ്ട്, എനിക്ക് അവിടെ പോകാൻ തീരെ താല്പര്യമില്ല, എനിക്ക് 9ാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത്. 3ാമത്തെ അലോട്ട്മെൻ്റ് ആയിട്ട് ഞാൻ അവിടെ തന്നെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പൈസ കൊടുത്ത് ഞാൻ 2 വർഷം അവിടെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ സപ്ലിമെൻ്ററിയിൽ എന്തുണ്ടാവും, ഞാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടാവും. എനിക്ക് പോകാൻ പറ്റുമോ, ഇല്ല. കാരണം ഓൾറെഡി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്കൂളിൽ കിട്ടിയത് കൊണ്ട് അവിടെ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. സോ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, റാങ്ക് ലിസ്റ്റ് വലിയൊരു ഘടകമാണ്. മാത്രമല്ല ഇത്രയും അലോട്ട്മെൻറ്റുകൾ ഒരുമിച്ചാണ് ഈ ജൂൺ 10-ാം തീയതി അഡ്മിഷൻ എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ജൂൺ 10-ാം തീയതി 11-ാം തീയതിയും അഡ്മിഷൻ ഡേറ്റ് ആയതുകൊണ്ട് അത് കഴിഞ്ഞ് വരുന്ന ജൂൺ 16 എന്ന് പറയുന്ന തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് ധാരാളം പേര് ഈ HSCയിലും VHSCയിലും പരിഗണിക്കപ്പെടും. കമ്മ്യൂണിറ്റിയും സ്പോർട്സ് കോട്ടയൊക്കെ ഫുള്ള്. ഇനി സ്പോർട്സ് കോട്ടയ്ക്ക് എന്തില്ല, തേർഡ് അലോട്ട്മെൻറ്റ് ഇല്ല. ഓക്കെ, കമ്മ്യൂണിറ്റിക്ക് എന്തില്ല, സെക്കൻഡ് റാങ്കോ അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒന്നും എന്തില്ല, കമ്മ്യൂണിറ്റി കോട്ടയിലില്ല. ഫസ്റ്റ് തന്നെ എല്ലാവരും ഫിക്സ് ആയി പോകും. സോ വെയിറ്റ് ചെയ്യുക, ജൂൺ 16-ാം തീയതി. കിട്ടാത്തവർ ടെൻഷൻ അടിക്കണ്ട. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി നിങ്ങൾ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സയൻസ് കിട്ടൂടാ, സയൻസ് കിട്ടാതിരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടാനേ പ്രയാസമുള്ളൂ. സയൻസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങാം. MS സൊല്യൂഷൻസിൻ്റെ ഷുവർ A+ ബുക്ക് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. 500 സ്റ്റോക്ക് നിലവിൽ പുതിയത് വന്നിട്ടുള്ളൂ. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കാര്യം മഴയൊക്കെ ആയതുകൊണ്ട് പ്രിൻറ്റിങ് കുറച്ച് എത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 500 സ്റ്റോക്ക് ഇപ്പം നിലവിലുണ്ട്. സ്വാഭാവികമായിട്ടും അത് പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്തെടുക്കാം. 7356165471 ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ സയൻസ് ആണോ ബയോ സയൻസ് ആണോ വേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഓർഡർ ചെയ്യുക കേട്ടോ. ഓർഡർ എടുക്കണേ, നിർബന്ധമായിട്ട് എടുക്കണേ. നിങ്ങൾക്ക് ഷുവർ A+ ബുക്ക് കിട്ടാനുള്ള, ഷുവർ A+ ലഭിക്കാനുള്ള ഒരു ബുക്ക് തന്നെയാണ് ഷുവർ A+ ബുക്ക്. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി. നാളെ ബാച്ചിൻ്റെ കംപ്ലീറ്റ് സ്റ്റാർട്ടും ആപ്പിൽ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. കാത്തിരിക്കാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.